വൈക്കത്തെ വഴിയോര കച്ചവടക്കാരന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ നഗരസഭാ അധികൃതരാണെന്ന് ആരോപിച്ചുകൊണ്ട് ധീവര സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ശാഖാ ഭാരവാഹികളും കരയോഗാംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയോടെ അശോകന്റെ മൃതദേഹം നഗരസഭയുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. വൈക്കം ബോട്ട് ജെട്ടിക്ക് സമീപം വഴിയോരത്ത് പഴക്കട നടത്തിയിരുന്ന പുത്തൻതറയിൽ അശോകൻ ആത്മഹത്യ ചെയ്ത സംഭവം നഗരസഭ അധികൃതർ കടയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത് മൂലമാണെന്നാരോപിച്ചാണ് ധീവരസഭയുടെ നേതൃത്വത്തിൽ അശോകന്റെ മൃതദേഹം നഗരസഭയ്ക്ക് മുന്നിലെത്തിച്ച് പ്രതിഷേധിച്ചത്. ധീവരസഭ 118 ശാഖാ ഭാരവാഹികളും കരയോഗ അംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയോടെയാണ് അശോകന്റെ മൃതദേഹവുമായി സമരത്തിനെത്തിയത്. വൻകിടക്കാരടക്കം നിരവധി പേർ ക്രമക്കേട് നടത്തിയിട്ടും നടപടി സ്വീകരിക്കാത്ത അധികൃതർ വഴിയോരത്ത് താൽക്കാലിക നടത്തി ഉപജീവനം നടത്തുന്നയാൾക്കെതിരെ നടപടിക്ക് മുതിർന്നത് മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ലെന്ന് നഗരസഭാ കൗൺസിലർമാരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ആരോപിച്ചു. അയാള് പലരോടും പറഞ്ഞിട്ട് അവസാനം നമ്മുടെ രക്ഷയില്ല എന്ന് കണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ട ഇത് മുനിസിപ്പൽ അധികാരി രാഷ്ട്രീയവും ഭരണപരവുമായ എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതല്ല. വൈക്കത്തപ്പന്റെ മണ്ണിൽ അന്നദാന പ്രഭുവാന്റെ മണ്ണിൽ ഒരുത്തവന്റെ മണ്ണിൽ പിന്നെ രാത്രി ഭക്ഷണം കഴിച്ചോ അത്താഴ പക്ഷിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന നമ്മുടെ വൈക്കത്താണ്. ഒരുത്ത് ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുത്തന്റെ മണ്ണിൽ പിച്ചച്ചട്ടി മണ്ണി വാരിയിട്ട് അവനെ മരണത്തിലേക്ക് തള്ളിയിട്ട് ഇവിടെ പ്രീത രാജേഷ് ചെയർപേഴ്സണായിട്ട് വന്നതിന് ശേഷം പെട്ടിക്കിടക്കാരോടും സാധാരണക്കാരോടും ഒക്കെ പ്രത്യേകിച്ചൊരു വിരുദ്ധ മനോഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വൈപ്പമ്പടിയിൽ സ്മിത്ലാലാണ് ആദ്യത്തെ രക്തസാക്ഷി. പ്രീത രാജേഷ് പിന്നോക്ക വിഭാഗത്തിലെ ചെയർപേഴ്സൺ ഞങ്ങളെല്ലാം അഭിമാനത്തോടെ വരണം എന്ന് വിചാരിച്ച ആളാണ്. കാരണം വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരു പിന്നോക്കക്കാരി ഈ കസേരയിൽ ഇരുന്ന് കാണണമെന്ന് ഞങ്ങളുടെ എല്ലാം ആഗ്രഹമായിരുന്നു. പക്ഷേ ആ പിന്നോക്കക്കാരി പരമശിവൻ എങ്ങനെയാണോ ഭദ്രകാളിക്ക് ചെറുവിരലെടുത്ത് രക്തം കൊടുത്ത് അവരുടെ അരിശം ശോഭിപ്പിച്ചത്, അതുപോലെ പ്രീത രാജേഷ് ഇവിടെ ചെയർപേഴ്സണായിരിക്കുമ്പോൾ അവരെ ആ വിഭാഗത്തിൽ തന്നെ പെട്ട ആളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അശോകന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ധീവരസഭ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് ഈ അശോകന് ജീവനൊടുക്കേണ്ടി വന്നതിന്റെ പ്രധാന ഉത്തരവാദിത്വം ചെയർപേഴ്സൺ ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിക്കുമാണ്. ഈ രണ്ടുപേർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. നഗരസഭ ശാഖായോഗം സെക്രട്ടറി MK മോഹനൻ, പ്രസിഡന്റ് ബാഹുലേയൻ കല്ലറയ്ക്കൽ, നഗരസഭാ കൗൺസിലർമാരായ R സന്തോഷ്, AC മണിയമ്മ, ലേഖ മനോജ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ D രഞ്ജിത് കുമാർ, M സുജിൻ, PR സുഭാഷ്, KR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടാകാതിരിക്കാൻ വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. 20 മിനിറ്റോളം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയ ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. നഗരസഭയുടെ താൽക്കാലിക ലൈസൻസിലാണ് വർഷങ്ങളായി ബോട്ട് ജെട്ടിക്ക് സമീപം അശോകന്റെ പഴക്കട പ്രവർത്തിച്ചിരുന്നത്. കട വിപുലപ്പെടുത്തിയതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. കടയിലെ വൈദ്യുതി കണക്ഷൻ അനധികൃതമാണെന്ന് ആരോപിച്ചുകൊണ്ട് അധികൃതർ വിച്ഛേദിച്ചു. ഇതിനെ തുടർന്ന് നഗരസഭാ അധികൃതരുടെ മുന്നിലെത്തി ജീവനൊടുക്കുമെന്ന ഭീഷണി ഉയർത്തിയിരുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു. അനധികൃതമായി നേടിയ വൈദ്യുതി കണക്ഷനാണ് വിച്ഛേദിച്ചതെന്നും ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായി യാതൊന്നും ചെയ്തിട്ടില്ലെന്നും ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ പണികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം പണികൾ നിർത്തിവെച്ചിട്ടില്ല എന്നാണ് നമുക്ക് സെക്രട്ടറി പറഞ്ഞത്. പിന്നീട് സെക്രട്ടറി പിറ്റേ ദിവസം മുനിസിപ്പാലിറ്റിയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് വിടുകയും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടീസ് നിയമാനുസൃതം നൽകിയിട്ടുള്ളതായിട്ടാണ് സെക്രട്ടറി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ മരണവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏത് ആരോപണങ്ങളും ഏത് ഏജൻസിയും അന്വേഷിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. നിയമപരമായി ശരിയെന്നാണ് സെക്രട്ടറി നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.